ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷെമിനാസ് കിച്ചൻ മാജിക്. കക്കയിറച്ചി വരട്ടിയതാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. പൊറോട്ടയുടെ കൂടെയും കപ്പയുടെ കൂടെയും നല്ല കോമ്പിനേഷനായിട്ടുള്ള ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ചുവട് കട്ടിയുള്ള ഒരു ചൂടായ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചെറിയ ഉള്ളി അരിഞ്ഞത് 1 കപ്പോളം ഇട്ട് കൊടുക്കുക. ഇനി 2 പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. 30 സെക്കൻഡുകൾക്ക് ശേഷം സവാള 2 എണ്ണം വലുത് ചോപ്പ് ചെയ്തെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് വഴറ്റി വരുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയെ കാണുകയുള്ളൂ. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൊക്കയിറച്ചി ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നത് നല്ലതാണ്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഇത് വഴറ്റിയെടുക്കാം. സവോളയെല്ലാം നന്നായിട്ട് വഴറ്റി കിട്ടുമ്പോഴേക്കും ഇതിലേക്ക് പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മസാലപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ. ഇത്രയും ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി കുരുമുളക് പൊടിയാണ് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. കുരുമുളകിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഇതിൽ മുന്തി നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് കൂടുതൽ കുരുമുളക് ചേർത്ത് കൊടുക്കാൻ മറക്കണ്ട. ഇനി നമ്മളിത് ഡീപ്പ് ഫ്രൈ ചെയ്യണം. അപ്പോഴേക്കും ഇതിൻ്റെ കളർ മാറി നല്ല ഒരു കടുത്ത ബ്രൗൺ കളറിലേക്ക് വരും. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നേരത്തെ തന്നെ നമ്മൾ കൊക്കയിറച്ചി വൃത്തിയാക്കി എടുത്ത് ഉപ്പും മഞ്ഞളും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി സവോള നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൊക്കയിറച്ചി ഇട്ട് കൊടുക്കാം. ഞാൻ നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം കൂട്ടി വെച്ച് കൈ എടുക്കാതെ തന്നെ ഡീപ്പ് ഫ്രൈ ചെയ്യണം. അപ്പോഴേക്കും ഈ ഫ്രൈയുടെ കളർ ചേഞ്ച് ചെയ്ത് നല്ല കടുത്ത ബ്രൗൺ കളറിലേക്ക് വരും. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കൊക്കയിറച്ചി ഉപ്പിട്ട് വേവിച്ചത് കൊണ്ട് തന്നെ നോക്കിയതിന് ശേഷം മാത്രം ചേർക്കുക. ഇതുപോലെ നിരത്തിയിട്ടതിന് ശേഷം 2-3 സെക്കൻഡുകൾക്ക് ശേഷം പിന്നെയും ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോഴേക്കും കൊക്കയിറച്ചി എല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് വരും. അപ്പം നല്ല ഒരു ബ്രൗൺ കളറിലേക്ക് മാറിക്കിട്ടും. അടിപൊളി ടേസ്റ്റാണ് കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ. അതുപോലെ പൊറോട്ടയുടെ കൂടെ ഇത് നല്ല കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ സവോളയ്ക്ക് പകരം മുഴുവനും ചെറിയ ഉള്ളി തന്നെ വെച്ച് ഇത് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ഒന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത്. ഇതുപോലുള്ള ടിപ്സിനായിട്ടും കുക്കിംഗ് വീഡിയോസിനായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷനും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ലൈക്ക് തരാനും ഇത് ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. വീണ്ടും കാണുന്നവരെ താങ്ക് യു.